നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കരിമീൻ പൊള്ളിച്ചത് ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് അതുണ്ടാക്കാം. അപ്പോൾ ആ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കരിമീൻ പൊള്ളിച്ചതായിട്ട്. ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ പോയി കാണണേ. എന്നിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നമ്മൾ ആദ്യമായിട്ട് തന്നെ കരിമീൻ പൊള്ളിച്ച് കരിമീൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വയ്ക്കാം, ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കാനുള്ള മീൻ നമുക്ക് എടുത്ത് വയ്ക്കാം ഓരോന്നായിട്ട്. ഞാൻ 2 എണ്ണമാണ് വയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് 2 എണ്ണം വയ്ക്കും. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, മറ്റേ സൈഡ് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു 2 മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ബാക്കി 2 മീൻ നമ്മൾ ആ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇത് ട്രൈയും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആ കരിമീൻ പൊള്ളിച്ചതിലേക്ക് ചേർക്കാൻ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. നമുക്ക് 2 ഇഞ്ചിയും കൂടിയും ചേർക്കാം. കുറച്ച് കുരുമുളകും ചേർക്കണം. ഞാനിപ്പോൾ പച്ചക്കുരുമുളകാണ് ചേർക്കുന്നത്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും 5-6 കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർക്കാം. കളറിന് വേണ്ടിയായിട്ട് ശകലം മുളക് പൊടി. നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇത് ശകലം നമുക്ക് കളറിനായിട്ട് ചേർക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണയും. ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇനി ഇത് അരിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് മസാലയ്ക്ക് നമ്മൾ ചേർക്കുന്നത്. സവാള ഉപയോഗിച്ച് അത് തന്നെ ടേസ്റ്റ് കിട്ടില്ല, ചുവന്നുള്ളി ഉപയോഗിച്ചാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പാനിലേക്ക് നന്നാക്കി വെച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കത്തിപ്പോവാതെ. നമുക്ക് ശകലം കറിവേപ്പില എടുക്കാം. ഞങ്ങളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ഏത് മീൻ വച്ചും ഉണ്ടാക്കാം, വലിയ മീനും കൊണ്ട്. പക്ഷെ നല്ലത് നമ്മുടെ കരിമീനും കൊണ്ട് ചെയ്യലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾ പണ്ട് കേട്ടിട്ടില്ല, അയില പൊരിച്ചത്, ആ പാട്ട് കേട്ടിട്ടില്ലേ? അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നെല്ലിക്ക വലുപ്പമുള്ള പുളി ചേർത്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. ശരിക്കും ഉള്ളി വാടി വന്നം കത്തിപ്പോയിരുത്. അപ്പം നമ്മൾ അരിച്ചു വെച്ച പേസ്റ്റ് ആ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ മസാലയും ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കൊതിയാവുന്നുണ്ട് തിന്നാനൊക്കെ. നമ്മൾ എന്തായാലും മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ശകലം ഉപ്പ് നമുക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത പുളി പിഴിഞ്ഞിട്ട് നമ്മൾ ആ മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കൊക്കെ. കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? പറയുന്നത് പോലെയല്ല, നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള ഡിഷും കൂടെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.
വേറെ ഒരു പാടുമില്ല, ഈ ചുവന്നുള്ളി നന്നാക്കാനുള്ള പാടുള്ളൂ. പക്ഷെ സവാള ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും, ഒതൻറ്റിക് ടേസ്റ്റ് പോയി കിട്ടും. ചുവന്നുള്ളി ഇടുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് ഈ വാഴയിലയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ച മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ആ മീനിൻ്റെ മേളിലേക്ക് ആ മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഡെക്കറേഷൻസിന് വേണ്ടിയായിട്ട് നമുക്ക് ഒരു പച്ചമുളക് വയ്ക്കാം. പച്ചമുളക് നീളത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വച്ച് കൊടുക്കാം. ഒരു ചെറിയ ഡെക്കറേഷനേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ 2 കറിവേപ്പില വയ്ക്കാം. എൻ്റെ മൈൻഡിൽ തോന്നിയ ചെറിയ ഡെക്കറേഷനാണ്. ഇപ്പം നമ്മൾ അത് മടക്കി വെച്ചിട്ടുണ്ട് വാഴയില. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 മീനുകളും ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇത് ചൂടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കെട്ടൊന്ന് വിടർന്ന് പോവാതിരിക്കാനായിട്ട് ഞാനൊരു നൂലെടുത്ത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പാനിൽ അത് വെച്ചിട്ടുണ്ട്, മീൻ വെച്ചിട്ടുണ്ട്. വേവാനൊന്നുമില്ല, എല്ലാം നമ്മൾ ചെയ്ത് വെച്ചതാണ്. അത് ചുട്ടെടുക്കാനാണ്. ആ മസാലയൊന്ന് കയറിയാൽ മതി. അത് റെഡി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മറച്ചിട്ടിട്ടുണ്ട് മീന്. അപ്പോൾ ഗായ്സ്, നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊളിച്ച് നോക്കാം. മസാല പിടിച്ച് നല്ലപോലെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് കഴിച്ച് നോക്കാം. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ എല്ലാവർക്കും ബൈ.